അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അൽ-ഫായിസീന ബിറിദല്ലാഹി അമ്മാ ബഅദ്. സഹോദരങ്ങളെ, ദജ്ജാലുമായി ബന്ധപ്പെട്ട് മുസ്തഫ പറയുന്നത് അതൊരു മായാവി കഥയാണ്. മായാവി കഥയാവുന്നത് എന്തുകൊണ്ടാണ്? മുആവിയയുടെ ആളുകൾ രാഷ്ട്രീയ താല്പര്യത്തിന് വേണ്ടി പടച്ചുണ്ടാക്കിയിട്ടുള്ളതാണ് ഇത്തരം ഹദീസുകളൊക്കെ മുസ്തഫയുടെ കാഴ്ചപ്പാടിൽ. മുആവിയക്ക് വാളും കുന്തവുമുള്ള മുആവിയക്ക് എന്തിനാണ് ദജ്ജാൽ എന്ന് പറയുന്ന ഒരു മായാവി കഥ പടച്ചുണ്ടാക്കേണ്ട കാര്യം? രാഷ്ട്രീയ നേട്ടത്തിന്. ലോകത്ത് രാഷ്ട്രീയാധികാരം പിടിച്ചു പറ്റാൻ വേണ്ടി ആരും തന്നെ ഇങ്ങനെയുള്ള മായാവി കഥകൾ ഉണ്ടാക്കാറില്ല. അതിന് നല്ല മനക്കരുത്തും അതുപോലെ തന്നെ കായിക ബലവും പേശീബലവും ആയുധവുമാണ് പണ്ടുകാലങ്ങളിൽ ഉപയോഗിച്ചിരുന്നത്. ആധുനിക കാലഘട്ടങ്ങളിലും അതിന് കുറവൊന്നുമില്ല. ഒപ്പം ബാലറ്റ് പേപ്പറോ അല്ലെങ്കിൽ വോട്ടിംഗ് യന്ത്രങ്ങളോ ഒക്കെ ഉപയോഗിക്കുന്നു മാത്രമേ ഉള്ളൂ. അല്ലാതെ ഇങ്ങനെയുള്ള കഥകൾ മെനഞ്ഞ് ആരും രാഷ്ട്രീയ നേട്ടങ്ങൾ ഉണ്ടാക്കുന്നതായിട്ട് നമ്മൾ ചരിത്രത്തിൽ എവിടെയും കേട്ടിട്ടില്ല. കഥകൾ മെനഞ്ഞുണ്ടാക്കാറുണ്ട്. അത് പല കാരണങ്ങളാലാവാം. എന്നാൽ ഇവിടെ ദജ്ജാലുമായി ബന്ധപ്പെട്ട ഈ ഹദീസിലെ പരാമർശങ്ങളൊക്കെ മായാവി കഥകൾ എന്ന് എഴുതിത്തള്ളുക വഴി മുസ്തഫയ്ക്ക് എന്താണ് നേട്ടം എന്നുള്ളതും അറിയില്ല. ഹദീസുകളെ നിഷേധിക്കുക, തനിക്ക് പിടിക്കാത്ത ഹദീസുകൾ മുഴുവൻ മുആവിയൻ്റെ ആളുകൾ കെട്ടിണ്ടാക്കിയതാണ്, ബുഖാരിയും സിഹാഹ് സിത്തയുടെ ആളുകളും ഗൂഢാലോചന നടത്തിയിട്ട് എഴുതിണ്ടാക്കിയതാണെന്നൊക്കെ പറഞ്ഞ് പ്രചരിപ്പിക്കുകയും എന്നിട്ട് കുറേ മുആവിയനെ ആളുകളെയും തെറി പറയുകയും ചെയ്യാന്നുള്ളതിന് കവിഞ്ഞതിൽ കാര്യമായിട്ടൊന്നുമില്ല എന്നുള്ളതാണ് വസ്തുത. ഇസ്ലാമിക സമൂഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലം മുതൽക്ക് കാലത്തും നബി സഹാബിമാരുടെ കാലത്തും ഒരു സംഗതി നബി പറഞ്ഞിരുന്നു അല്ലെങ്കിൽ ചെയ്തിരുന്നു എന്നതിന് എന്താണ് തെളിവ് എന്നാണല്ലോ ആദ്യം പരിശോധിക്കേണ്ടത്. ഖുർആൻ ആണ് പ്രമാണം. ഖുർആൻ പ്രമാണമാണെന്നുള്ളതിൽ നമുക്ക് സംശയമൊന്നുമില്ല. പക്ഷേ ഈ ഖുർആൻ അനുസരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവർത്തിച്ചു എന്നത് എങ്ങനെയാണ് തെളിയിക്കുക? അത് ഖുർആൻ നബിക്ക് അവതരിച്ചതല്ലേ, അപ്പം നബി പ്രവർത്തിച്ചിട്ടുണ്ടാവുമല്ലോ എന്ന് ഒരു കമ്മട്ടം കൂട്ടിയാൽ മതിയോ? നബി പ്രവർത്തിച്ച രീതി, നബി പ്രവർത്തിച്ച കാര്യങ്ങൾ, നബി പറഞ്ഞ കാര്യങ്ങൾ ഇത് എങ്ങനെയാണ് ലഭിക്കുക? ഹദീസ് ചരിത്രമാണ് എന്ന് മുസ്തഫ സമ്മതിക്കുന്നുണ്ട്. ഹദീസ് തീർത്ത് തള്ളി പറയാൻ പറ്റൂല എന്ന്. അപ്പോൾ മൂപ്പർക്ക് പറ്റണ ഹദീസ് മൂപ്പർ സ്വീകരിക്കും, അല്ലാത്തത് തള്ളി പറയും. ഈ പറ്റുന്ന ഹദീസ് ഉദ്ധരിച്ചിട്ടുള്ളതും ബുഖാരി മുസ്ലിം പോലുള്ള സിഹാഹ് സിത്തയിലെയും അതുപോലെ ഹദീസ് കെട്ടിണ്ടാക്കി എന്ന് മുസ്തഫ ആളുകളും പറയുന്ന ഈ ഇമാമികളൊക്കെ തന്നെയാണ് ഇത്തരം ഹദീസുകളൊക്കെ ഉദ്ധരിച്ചിട്ടുള്ളത്. അപ്പോൾ മുസ്തഫക്ക് പറ്റിയ ഹദീസ് കെട്ടിണ്ടാക്കിയതല്ല, ബാക്കിയുള്ളതാണ് കെട്ടിയുണ്ടാക്കിയിട്ടുള്ളത് എന്നതാണല്ലോ മുസ്തഫ പറയുന്നതിൻ്റെ ന്യായം. ഇത് എങ്ങനെയാണ് തെളിയിക്കാൻ കഴിയുക? എനിക്ക് പറ്റിയതൊക്കെ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഉദ്ധരിച്ചു വന്നിട്ടുള്ളതാണ്. എനിക്ക് പറ്റാത്തതൊന്നും നബിയിൽ നിന്ന് ഉദ്ധരിച്ചു വന്നിട്ടുള്ളതല്ല, അതൊക്കെ കെട്ടിയുണ്ടാക്കിയിട്ടുള്ളതാണ്. അതുകൊണ്ട് ഞാനതൊക്കെ തള്ളിക്കളയുന്നു എന്നതാണോ മുസ്തഫ പറയുന്നത്? എങ്കിൽ അത് എന്ത് ന്യായമാണ്? അപ്പോൾ അതിൽപ്പെട്ടതാണ്, അങ്ങനെയുള്ള ഹദീസുകളിൽപ്പെട്ടതാണ് ഇവിടെ ദജ്ജാലുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഈ ഹദീസുകളുമായി ബന്ധപ്പെട്ട് മുസ്തഫ പറയുന്ന മായാവി കഥ എന്ന് അധിക്ഷേപിക്കുന്ന അല്ലെങ്കിൽ പരിഹസിക്കുന്ന ഈ പ്രയോഗം. ദജ്ജാലുമായി ബന്ധപ്പെട്ട സംഭവം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ധാരാളം സഹാബികൾ ഉദ്ധരിച്ചതായിട്ടാണ് ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളിലൊക്കെ നമുക്ക് കാണാൻ കഴിയാം. എന്ന് മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലം തൊട്ട് ഇന്ന് വരെ മുസ്ലിം സമൂഹം
ഈ നമസ്കാരത്തിൻ്റെ അവസാനത്തിൽ ദജ്ജാലിൻ്റെ ഫിത്നയിൽ നിന്ന് അള്ളാഹുവിനോട് രക്ഷ തേടുന്നു എന്നുള്ളത് മുസ്ലിം സമൂഹം സർവസമ്മതമായി സർവാംഗീകൃതമായി സ്വീകരിച്ചു പോന്നിട്ടുള്ള രീതിയാണ്. ഇവിടെ മനസ്സിലാവാത്ത ചില സംഗതികളുണ്ട്. ഹദീസ് തള്ളിക്കളയുമ്പോൾ തന്നെ മുസ്തഫ എങ്ങനെയാണ് ഈ നമസ്കാരം നിസ്കരിക്കലുണ്ടോയെന്ന് നമുക്കറിയില്ല, നിസ്കരിക്കേണ്ടതുണ്ടോയെന്നും അറിയില്ല. നമ്മൾ സങ്കല്പിക്കുക, അല്ലെങ്കിൽ ഗുണകാംക്ഷയാണ് എപ്പോഴും വേണ്ടത്. അങ്ങനെയൊക്കെ പറയുന്ന ഒരു മനുഷ്യൻ നമസ്കരിച്ചിരിക്കും എന്നാണ് നമ്മൾ ധരിക്കുക. എങ്കിൽ ഈ നമസ്കാരം എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് മുസ്തഫ നടക്കുന്നത്? അത് മുസ്ലിം സമൂഹം കാലാകാലങ്ങളിൽ അംഗീകരിച്ചു എന്നതാണ് തെളിവെങ്കിൽ അവിടെ ദജ്ജാലുമായിട്ടുള്ള ഈ പ്രശ്നവും വരുന്നുണ്ട്. കാരണം അത്തഹിയ്യാത്തിൻ്റെ തശഹൂദിൻ്റെ അവസാനത്തിൽ മുസ്ലിം സമൂഹം എല്ലാ കാലത്തും ചൊല്ലിപ്പോന്നിട്ടുള്ള ഒരു ദിക്റാണ് അഊദു ബിക മിൻ ഫിത്നത്തിൽ മഹ്യാ വൽ മമാത്തി വമിൻ ഫിത്നത്തിൽ മസീഹിദ് ദജ്ജാൽ എന്നത്. അപ്പോൾ നമസ്കാരം മുസ്ലിം സമൂഹം കാലാകാലങ്ങളിൽ അല്ലെങ്കിൽ 1400-ൽ പരം വർഷമായി ഒരു സമൂഹം നിരാക്ഷേപം കൊണ്ടു നടക്കുന്നൊരു സംഗതി എന്നുള്ളവർക്ക് അംഗീകരിക്കുകയാണെങ്കിൽ അതിൽ പറയുന്ന തസ്ബീഹുകൾ, ദിക്റുകൾ, അതിലുള്ള പ്രാർത്ഥനകൾ ഇതുമൊക്കെ അങ്ങനെ തന്നെയാണല്ലോ. ഇതിലും ചിലത് ഞാൻ അംഗീകരിക്കും, ചിലത് അംഗീകരിക്കുകയില്ല എന്ന് പറയുന്നതിൻ്റെ ന്യായം എന്താണ്? ഇതൊക്കെ വ്യക്തമാക്കേണ്ട മുസ്തഫയാണ്. അത് മാത്രമല്ല, ഖുർആനിലെവിടെയും ഇപ്പോൾ മുസ്തഫയുടെ ജുമാ ഖുത്ബാറിനായിട്ട് ഒരു പ്രസംഗം വരുന്നുണ്ട്. അങ്ങനെ ഒരു ഖുത്ബയെ സംബന്ധിച്ച് ഖുർആനിലെവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഖുർആനിലാകപ്പാട് ജുമായെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ളത് സൂറത്ത് ജുമായിൽ യാ അയ്യുഹല്ലദീന ആമനു ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമുഅത്തി ഫസ്സൗ ഇലാ ദിക്രില്ലാ. വെള്ളിയാഴ്ച നമസ്കാരത്തിന് വേണ്ടി വിളിച്ചാൽ നിങ്ങൾ അള്ളാഹുവിൻ്റെ ദിക്റിലേക്ക് വളരെ വേഗത്തിൽ ചെല്ലണം എന്നുള്ളൊരു ആയത്താണുള്ളത്. ഈ ആയത്തിലാണെങ്കിൽ ജുമാ നമസ്കാരത്തിൻ്റെ രൂപമല്ല, ഇവിടെ ദിക്ർ എന്നത് കൊണ്ട് എന്താണ് ഉദ്ദേശിച്ചിട്ടുള്ളതെന്ന് പറയുന്നില്ല. ദിക്ർ എന്ന് പറയുന്നത് ഉത്ബോധനത്തിന് സാധ്യത ഉണ്ട്. അതുപോലെ തന്നെ തസ്ബീഹ്, തഹ്ലീൽ, തക്ബീർ പോലുള്ള ദിക്റുകൾ ആവാനും സാധ്യതയുണ്ട്. അപ്പോൾ ഇതിങ്ങനെ ഖുത്ബയാണ് എന്ന് മുസ്തഫയോട് ആരാണ് പറഞ്ഞിട്ടുള്ളത്? ഹദീസ് സ്വീകാര്യമല്ലെങ്കിൽ ഹദീസിൽ വന്നിട്ടുള്ള ഇത്തരം സംഗതികൾ എന്തടിസ്ഥാനത്തിലാണ് മുസ്തഫ കൈക്കൊള്ളുന്നത് എന്ന് മുസ്തഫ വ്യക്തമാക്കേണ്ടതുണ്ട്. അതോ തനിക്ക് പ്രസംഗിക്കാനുള്ള സന്ദർഭം കിട്ടുന്നു എന്നതുകൊണ്ട് അത് അംഗീകരിച്ചതാണോ? അപ്പോൾ പറയുന്നതിന് ഒരർത്ഥവുമില്ലാതെ എന്തൊക്കെയോ വിളിച്ചു കൂവുക, എന്നിട്ട് അതൊക്കെ വലിയ ഇതാണ് യുക്തിയും ബുദ്ധിയൊക്കെ ഉപയോഗിച്ചിട്ടുള്ള തൻ്റെ പഠനങ്ങളാണെന്നും ഖുർആനല്ലാത്ത മറ്റ് തെളിവുകളൊന്നും സ്വീകാര്യമല്ലെന്നും വീമ്പളക്കുക. എന്നിട്ട് അതിന് നേർവിരുദ്ധമായിട്ട് കാര്യങ്ങൾ കൈയാളുക. ഇതാണ് മുസ്തഫ ചെയ്തുകൊണ്ടിരിക്കുന്ന സംഗതി. അപ്പോൾ ഇവിടെ ഈ മസീഹുദ് ദജ്ജാൽ എന്ന് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ദജ്ജാലിനെ പറ്റി മാത്രമല്ല പറഞ്ഞത്. മുസ്തഫയെപ്പോലെ ഇസ്ലാമിനെതിരിൽ ചെളിവാരി എറിയുന്ന, ഇസ്ലാമിൻ്റെ പ്രമാണങ്ങളെ തന്നെ തള്ളിപ്പറയുന്ന, ഇസ്ലാമിലില്ലാത്ത കാര്യങ്ങൾ സമൂഹത്തിൽ വിളംബരം ചെയ്ത് പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ധാരാളം ദജ്ജാലുകൾ, ധാരാളം കദ്ദാബുകൾ, കള്ളവാദികൾ വരുന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവചിച്ചിട്ടുള്ളൊരു സംഗതിയാണ്. ആ പ്രവചനത്തിൽ ഒരു പ്രധാനപ്പെട്ട പ്രവചനമാണ് മസീഹുദ് ദജ്ജാലുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത്. മസീഹുദ് ദജ്ജാൽ എന്ന് പറയുന്നത് യഹൂദ സമൂഹത്തിൽ നിന്നാണ് വരാനും യഹൂദന്മാർ മസീഹുദ് ദജ്ജാലിൻ്റെ നേതൃത്വത്തിൽ മുസ്ലിങ്ങളുമായി യുദ്ധം ചെയ്യും എന്നൊക്കെ ഹദീസിൽ ഉദ്ധരിച്ച് വന്നിട്ടുണ്ട്. മാത്രമല്ല മുസ്ലിം ലോകത്ത് വലിയ ഒരു ഫിത്നയാണ്, നാശമാണ്. നാശം എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ വിശ്വാസവും അവൻ്റെ സൽക്കർമ്മവുമൊക്കെയായി ആ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള സൽക്കർമ്മമൊക്കെ ആയി ബന്ധപ്പെട്ട് മനുഷ്യരെ നന്മയിൽ നിന്ന് ഇസ്ലാമിൽ നിന്ന് തെറ്റിക്കുന്ന രീതിയിലായിരിക്കും ദജ്ജാലിൻ്റെ രംഗപ്രവേശമെന്നും ധാരാളം ആളുകൾ ദജ്ജാലിൻ്റെ ഈ വലയിൽ വീണുപോകുമെന്നും ഒക്കെയുള്ള പ്രവചനങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയതായിട്ട് ഹദീസിൽ കാണാൻ കഴിയും. ഇതൊക്കെ നിഷേധിച്ച് തള്ളുക എന്ന് പറഞ്ഞാൽ അത് വല്ലാത്തൊരു ചങ്കൂറ്റമാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പിന്നെ ഇതൊക്കെ തെളിയിക്കുക
എന്നത് ഏതായിരുന്നാലും ഇപ്പോൾ സാധിക്കണ കാര്യമല്ല. ഇതിൽ സ്വീകരിക്കാവുന്ന ഒരു സംഗതി ഹദീസ് സ്വീകരിക്കാനുള്ള ചില മാനദണ്ഡങ്ങൾ, അതും വിശുദ്ധ ഖുർആനിൻ്റെ അടിസ്ഥാനത്തിലാണ് മുഹദ്ദിസുകൾ സ്വീകരിച്ചിട്ടുള്ളത്. ആ മാനദണ്ഡങ്ങൾ വച്ചുകൊണ്ട് ഹദീസുകൾ സ്വീകരിക്കുകയും ആ ഹദീസിൽ പറഞ്ഞിട്ടുള്ള സംഗതികൾ പുലരുമ്പോൾ അത് പുലർന്നതായിട്ട് അംഗീകരിക്കുകയും ചെയ്യാന്നുള്ളത് മാത്രമേ നമ്മളുടെ മുമ്പിൽ വഴിയുള്ളൂ. അങ്ങനെയുള്ള പുലർന്ന ഒരുപാട് പ്രവചനങ്ങൾ ഹദീസുകൾ ഉദ്ധരിച്ചിട്ടുള്ളത് ഹദീസ് ഗ്രന്ഥങ്ങളിൽ, ചരിത്ര ഗ്രന്ഥങ്ങളിലൊക്കെ നമുക്ക് കാണാൻ കഴിയും. റോം, അതുപോലെ തന്നെ പേർഷ്യ തുടങ്ങിയുള്ള രാജ്യങ്ങളുടെ സാമ്രാജ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട പ്രവചനങ്ങൾ, കോൺസ്റ്റാന്റിനോപ്പിളിൻ്റെ പതനം, അത് ഇസ്ലാമിന് കീഴടങ്ങുന്നത് തുടങ്ങി ഒരുപാട് പ്രവചനങ്ങൾ പുലർന്നതായിട്ട് കാണാൻ കഴിയും. ഇനിയും ഒരുപാട് പ്രവചനങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് പുലരാനുണ്ട് താനും. അപ്പോൾ ഈ പ്രവചനങ്ങൾ പുലരുമ്പോൾ മാത്രമേ അത് ശരിയായ രീതിയിൽ നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അതുവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സത്യസന്ധമായിട്ടാണ് കാര്യങ്ങൾ പറയുന്നതെന്നും അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അറിയിച്ചു കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ നബി ചില സംഗതികൾ, വരാനിരിക്കുന്ന ചില സംഗതികളെ സംബന്ധിച്ച് പ്രവചിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കുകയും ആ പ്രവചനം അങ്ങനെ പുലരുന്നത് കാത്തിരിക്കുകയും ചെയ്യുക എന്നത് മാത്രമേ മുസ്ലിങ്ങളുടെ മുമ്പിൽ മാർഗമുള്ളൂ. അല്ലാതെ അത് പുലരുന്നതിൻ്റെ മുമ്പ് പ്രത്യക്ഷത്തിൽ തെളിയിക്കാനുള്ള യാന്ത്രിക വിദ്യകളൊന്നും അവരെ കയ്യിലില്ല. പിന്നെ ഇത് ശരിയല്ല, ഇത് തെറ്റായിരുന്നു എന്ന് തെളിയിക്കാവുന്ന തെളിവുകൾ മുസ്തഫൻ്റെ കയ്യിലുമില്ല. ഈ പ്രവചനങ്ങളൊക്കെ തെറ്റായിരുന്നു, അങ്ങനൊന്നും ഇല്ല, ഒരു പ്രവചനം ഇല്ലാതെ തെളിയിക്കാവുന്ന തെളിവുകൾ മുസ്തഫൻ്റെ കയ്യിലുമില്ല. ആകപ്പാടെ മുസ്തഫൻ്റെ കയ്യിലുള്ള തെളിവെന്താണ്? ഇതൊക്കെ മുആവിയയുടെ ആളുകൾ ഗൂഢാലോചനയിലൂടെ എഴുതിണ്ടാക്കിയതാണ്, മുഹദ്ദിസുകൾ എഴുതിണ്ടാക്കിയതാണ്. അവർ ഉമവികൾക്ക് വേണ്ടി ഗൂഢാലോചന നടത്തുകയായിരുന്നു എന്ന വാദഗതി മാത്രം. ഈ വാദഗതിക്ക് എന്താണ് തെളിവ്? വാദുന്നയിക്കാൻ വലിയ പ്രയാസമൊന്നുമില്ല, അത് തെളിയിക്കപ്പെടണമല്ലോ. മുആവിയയും അലി റളിയല്ലാഹു അൻഹുവും തമ്മിൽ രാഷ്ട്രീയമായിട്ടുള്ള വടംവലി ഉണ്ടായിരുന്നു. അലി റളിയല്ലാഹു അൻഹു മരിച്ചു. ഹസൻ റളിയല്ലാഹു അൻഹു ഖിലാഫത്ത് മുആവിയ റളിയല്ലാഹു അൻഹുവിന് ഒഴിഞ്ഞു കൊടുത്തതിൻ്റെ ശേഷം മുആവിയ റളിയല്ലാഹു അൻഹു ആ രംഗത്ത് ചില സംഗതികൾ ചെയ്തിട്ടുണ്ടെന്നുള്ളത് ശരിയാണ്. അത് ഇസ്ലാമിക സമൂഹത്തിൽ ചെയ്യാൻ പാടില്ലാത്തതായിരുന്നു. പക്ഷേ അത് വച്ചിട്ട് മുആവിയൻ്റെ ആളുകളാണ് ഇത്തരത്തിലുള്ള ഹദീസുകൾ കെട്ടിണ്ടാക്കിയിട്ടുള്ളതെന്നും അത് മുആവിയക്കും ഉമവികൾക്കും അധികാരം നിലനിർത്താൻ വേണ്ടിയായിരുന്നു എന്നും തെളിയിക്കണമെങ്കിൽ അതിന് വേറെ തന്നെ തെളിവ് വേണം. അധികാരം നിലനിർത്താനും നേടാനും ഒന്നും ഇങ്ങനെയുള്ള കഥകൾ മെനഞ്ഞെടുക്കാൻ ഉണ്ടാക്കേണ്ട കാര്യമില്ല. തുടക്കത്തിൽ പറഞ്ഞതുപോലെ അതിന് മെയ്യൂക്കും ഉറച്ച തീരുമാനവും ആയുധബലവും സൈനിക ബലവുമാണ് വേണ്ടത്. അല്ലാതെ അങ്ങനെയുള്ള കഥകൾ മെനഞ്ഞുണ്ടാക്കിയിട്ട് ലോകത്താരും ഒരു ഭരണകൂടവും നിലനിന്നിട്ടുമില്ല. ഭരണകൂടങ്ങൾ ഒരു വിഭാഗവും ഭരണം നേടിയെടുത്തതായിട്ടും അധികാരം നേടിയെടുത്തതായിട്ടും നമ്മൾക്ക് കാണാൻ സാധ്യമല്ല. അപ്പോൾ മുസ്തഫ എന്തൊക്കെയോ വിളിച്ചു പറയുന്നു, അദ്ദേഹത്തിന് പറ്റാത്ത ഹദീസുകളൊക്കെ അദ്ദേഹം തള്ളിക്കളയുന്നു. പിന്നെ ഞാൻ ഹദീസ് മുഴുവൻ തള്ളില്ല എന്ന് പറയുന്നത് പോലും ഒരു തരം തട്ടിപ്പാണ്. കാരണം മുസ്ലിം സമൂഹത്തിൻ്റെ മുമ്പിൽ തനിക്ക് എഴുന്നേറ്റ് നിൽക്കാൻ ഇങ്ങനെയുള്ള ഒരു ജാട കാണിച്ചെങ്കിൽ മാത്രമേ സാധ്യമാവുന്ന അദ്ദേഹത്തിന് അറിയാവുന്നതുകൊണ്ട് ഞാൻ ഹദീസ് തള്ളല്ല ചെയ്യുന്നത്, ഖുർആന് വിരുദ്ധമായിട്ടുള്ള ഹദീസുകൾ തള്ളുകയാണെന്നാണ്. ഇനി ദജ്ജാലുമായിട്ട് ബന്ധപ്പെട്ട ഹദീസിൽ ഖുർആനിക വിരുദ്ധമായിട്ട് എന്താണുള്ളത്? അങ്ങനെ ഒരു സംഗതിയും തെളിയിക്കാൻ കഴിയില്ല. കാരണം ഖുർആനിലെവിടെയും ദജ്ജാൽ വരുന്നോ എവിടെയും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഖുർആൻ വഴിയും അത് തെളിയിക്കാൻ സാധ്യമല്ലാത്ത സംഗതിയാണ്, ഇത് തെറ്റാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവചനങ്ങൾ അത് വരുന്നത് കാത്തിരിക്കുക എന്നത് മാത്രമേ ഇവിടെ ഒരു മുസ്ലിമിനെ സംബന്ധിച്ച് നിർവാഹമുള്ളൂ. മുസ്തഫയെപ്പോലെ മേപ്പറില്ലാത്ത ആളുകൾക്ക് എന്തും വിളിച്ചു കൂവാവുന്നതാണ്. അവരതങ്ങനെ വിളിച്ചു കൂവട്ടെ എന്ന് പറയുകയേ നിർവാഹമുള്ളൂ.